ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയായിരിക്കും. ആദ്യം നമുക്ക് ഈ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനും ഗുരുവാണ്. ആ ഗുരു 7 നിൽക്കുകയാണ്. സൂര്യൻ ജൂലൈ 16 7 നിന്നും 8 രാശി മാറുന്നു. ചൊവ്വ 9 സ്ഥിതി ചെയ്യുന്നു ഭാഗ്യസ്ഥാനത്ത്. ജൂലൈ 28 ആ ചൊവ്വ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ബുധൻ അഷ്ടമത്തിലാണ്. 18 മുതൽ ആ ബുധൻ അഷ്ടമത്തിൽ വക്രഗതിയിലാവുന്നു. ശുക്രൻ 6 6ാം ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ. 6 നിൽക്കുന്നു. ജൂലൈ 26 6 നിൽക്കുന്ന ശുക്രൻ 7 മാറുന്നു. ശനി 4 കണ്ടക ശനിയാണ്. ജൂലൈ 13 മുതൽ ആ 4 നിൽക്കുന്ന ശനി വക്രഗതിയിലാവുന്നു. രാഹു 3 കേതു 9 സ്ഥിതി തുടരുന്നു. ഇതാണ് ജൂലൈ മാസത്തെ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി. അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി ജൂലൈ മാസത്തിൽ ഇങ്ങനെ ആകാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ജന്മ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു 7 നിൽക്കുകയാണ്. ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ രാശ്യാധിപൻ ആ രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6 തന്നെ നിൽക്കുന്നു. അത് വിപരീത രാജയോഗമാണ്. അതുപോലെ പൊതുവെ നമുക്ക് ആരോഗ്യസ്ഥിതി നോർമലായിരിക്കും. അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപനും കൂടിയാണ്. അത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ അല്പം കെയർ വേണം. അതുപോലെ 4 ശനി കണ്ടകശനി സമയമാണ്. ആ ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് 4. അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, മാതാവിനെന്തെങ്കിലും അനാരോഗ്യം, ചിലർക്ക് ബോഡി സംബന്ധമായോ മസിൽ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും പെയിനൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഈ ജലജന്യമായി പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗങ്ങൾ, അതായത് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുമ്പോൾ ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ, കോൾഡ്, ഫീവർ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്, പ്രത്യേകിച്ച് അവസാനത്തെ പകുതി. ഇനി തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധൻ അഷ്ടമത്തിലാണ്. തൊഴിലിൽ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പൊതുവെ തൊഴിലിടത്തൊരു സ്ട്രെസ് കൂടും, ജോലിഭാരം കൂടാനിടയുണ്ട്. ചിലർക്ക് ജോലിയിൽ തന്നെ ഒരു ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരാം. അതേസമയം 8 ബുധൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഓക്കുപ്പേഷണൽ സ്കില്ല് കൂടുന്നതിന് സഹായകമാണ്. അതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിഷയത്തിലൊക്കെ ഒരു പാണ്ഡിത്യം, ഡീപ്പ് നോളജൊക്കെ ഉണ്ടാകുന്നതിന് ആ 8 ബുധൻ സഹായകമാണ്. കർമ്മസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. കർമ്മഭാവാധിപൻ ഭാവത്തിൻ്റെ 11 സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അതും തൊഴിൽ നേട്ടങ്ങൾക്ക് സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ കുജനൊക്കെ 3 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 3 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 3 രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് നമുക്കൊരു ഊർജ്ജസ്വലത ഉണ്ടാക്കും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ശക്തമാകും. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും. പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം.
18 മുതൽ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിൽ വരുമ്പോൾ നമ്മൾ ഈ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. അതുപോലെ തൊഴിലിലും നമ്മുടെ ഒരു ആലസ്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് 18 മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കർമ്മഭാവാധിപന് വക്രസ്ഥിതി വരുന്നു. അതുപോലെ തൊഴിലിടത്ത് നമ്മൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നുവെങ്കിൽ ആ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയർ വേണം. മാത്രമല്ല ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യ തടസ്സങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അവർ കൈകാര്യം ചെയ്യുന്ന ഫയലുകളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുത്ത് പോകണം. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് 6 നിൽക്കുന്ന ശുക്രൻ്റെ ആ 12 ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പശ്രദ്ധ വേണ്ടുന്ന മാസമാണ്. 7ാം ഭാവാധിപനായിട്ടും ഉള്ള ആ ബുധൻ, അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അതേസമയം 7ലെ ഗുരുവും ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും ആദ്യ പകുതി നമുക്ക് ബിസിനസ്സിൽ ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് സഹായകമാണ്. വരുമാനമൊക്കെ കൂടും, അത് ലാഭവർദ്ധനവിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും അവസാനത്തെ പകുതി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബുധന് വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്നതാണ് അവസാനത്തെ പകുതി. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി ജന്മരാജ്യാധിപനായിട്ടുള്ള ഗുരുവുമായിട്ട് 7ൽ സ്ഥിതിയുണ്ട്. അപ്പോൾ ബുധൻ അഷ്ടമത്തിലാണ്. ആദ്യ പകുതി പഠനത്തിന് വളരെ അനുകൂല സമയമാണ്. അവസാനത്തെ പകുതി വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലേക്ക് മാറുന്നു. ആ സമയത്ത് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പകുതി അല്പം ശ്രദ്ധ കൂട്ടണം. പഠിച്ച വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. പഠന തടസ്സങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്, ഡൈവേർഷന് സാധ്യതയുണ്ട് അവസാനത്തെ പകുതി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ലക്ഷ്യബോധത്തോടൊപ്പം പഠനം നടത്തിയാലേ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗ്രേഡൊക്കെ കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ അവസാനത്തെ പകുതി. ആദ്യ പകുതി ദോഷമില്ല. ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ശനി 4ലാണ്. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6ൽ സ്വക്ഷേത്രാധിപനായിട്ട് നിൽക്കുന്നു. ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിലും 11ലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുള്ള മാസമാണ്. അതേസമയം നമ്മൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. പണം വരും. നമുക്ക് ഇപ്പോൾ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കും. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. ധനഭാവാധിപനായിട്ടുള്ള ശനി 13 മുതൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് 4ൽ. അത് നമ്മൾ പണപരമായ കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം ആവശ്യമായിട്ടുള്ള സമയമാണ്. അതായത് കയ്യിൽ വന്ന കാശ് അനധികൃതമായിട്ട് ചിലവാക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയൊക്കെ നമുക്ക് വേണം. പ്രത്യേകിച്ച് ഈ 12ലൊക്കെ ശുക്രൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ധനവ്യയം കൂടും. പ്രത്യേകിച്ച് ഈ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള, കൂടുതൽ സുഖം കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പണം ചെലവാക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അവിടെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. 26 മുതൽ ആ ശുക്രനൊക്കെ 7ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ ശുക്രൻ 7ലേക്ക് മാറുകയും ഗുരുവുമായിട്ടൊക്കെ ഗുരു ശുക്ര യോഗം ഒരു വരുന്നത്, പ്രത്യേകിച്ച് അത് ലക്ഷ്മി നാരായണ യോഗമായിട്ടെടുക്കാം. അത്തരത്തിലുള്ള യോഗം 7ലൊക്കെ വരുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടം 26-ന് ശേഷം സാധ്യത കൂടുതലാണ്. മാത്രമല്ല അത് പൊതുവെ നമുക്ക് മനസ്സന്തോഷം തരുന്ന സമയവും കൂടെ ആയിരിക്കും. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. എങ്കിലും 7ൽ ഗുരുവുണ്ട്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും 7ൽ ആദ്യ പകുതി ഉണ്ട്. അപ്പോൾ ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെ ആദ്യ പകുതി ഉണ്ടാവും.
എങ്കിലും ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. കാരണം 7-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ ജൂലൈ 26 ആവുമ്പോൾ ഈ ശുക്രൻ 7ലേക്ക് വരുന്നുണ്ട്. ഗുരുവും ശുക്രനുമായിട്ടൊക്കെ ഒരു യോഗം വരുന്നുണ്ട്. അത് വിവാഹ ആലോചനകൾ സ്മൂത്താകും, വിവാഹത്തിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 9ലാണ്. എങ്കിലും ആ ചൊവ്വയ്ക്ക് കേതുവുമായിട്ട് യോഗമുണ്ട്. അത് പ്രണയ പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയ്ക്കോ തർക്കങ്ങൾക്കോ സാധ്യത കാണിക്കുന്നുണ്ട്. മാത്രമല്ല നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ ആ സമയത്തുണ്ടാകാം. അവിടെ നമ്മൾ ഒരു കെയർ വേണം. ഇനി ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ 7ലെ സൂര്യനും 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ സ്ഥിതി വരുന്നതും റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയൊക്കെയാണ് കാണിക്കുന്നത്. ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 7ലെ ഗുരുവിൻ്റെ സ്ഥിതി ഗുരുവിന് കഴിയും. അത് ദമ്പതിമാർക്ക് പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉള്ള ദമ്പതിമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ദാമ്പത്യ ബന്ധത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ചിലർക്ക് പ്രത്യേകിച്ച് ഈ ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഷോപ്പിങ്ങിന് സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ശുക്രനും കൂടെ 7ലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള സാധ്യത കൂടുകയാണ്. ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് 4ൽ ശനി കണ്ടകശനിയാണ്. അല്പസംയമനം ഒക്കെ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ 4ലൊക്കെ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ കുജനും ശനിയും ഒക്കെ 4 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7ലുണ്ട്. അപ്പോൾ ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ നമുക്ക് കുടുംബത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവയുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ യാത്രകൾക്ക്, അതുപോലെ തന്നെ ഈ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ നമ്മൾ കഴിവതും അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്പം അച്ചടക്കം, ക്ഷമ, സഹനശക്തിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് കുടുംബജീവിതം സ്മൂത്താകാൻ സഹായകമാകും. പ്രത്യേകിച്ച് കുടുംബ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ആ കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഒരു താല്പര്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ക്ഷമയും സംയമനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാമെങ്കിൽ ആ കുടുംബജീവിതം സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ജൂലൈ 7, 8, 20, 21, 25, 26 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കൂടുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല. ഈ ദിവസങ്ങളിൽ അവർക്ക് ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. തുടങ്ങുന്നതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ളൊരു ഫലമാണ്. ഇപ്പോൾ ധനു ലഗ്നം എന്ന് ഞാൻ പറയുമ്പോൾ ഏത് നക്ഷത്രത്തിൽ പെടുന്ന ആളുകളായാലും അവർക്ക് ധനു ലഗ്നമാണെങ്കിൽ അവരുടെ നക്ഷത്ര ആ കൂറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലത്തോടൊപ്പം ഈ ധനുലഗ്നത്തിൻ്റെ ഫലവും കൂടെ അവർ കമ്പൈൻ ചെയ്ത് കേൾക്കണം. ഇനി ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലർക്ക് മാത്രമേ ധനുലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികളായിരിക്കും. ഇപ്പം ധനുക്കൂറും ധനുലഗ്നവും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ വഴിയില്ല. എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ അത് അവർക്കിപ്പോൾ നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയോ അനിഷ്ടസ്ഥിതി കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടസ്ഥിതി കൊണ്ടോ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും.
ഇപ്പം നമ്മൾ ഈ ധനുക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ധനുലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ജൂലൈ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും. കാരണം കൂറിൻ്റെ ഫലവും ആ ലഗ്നഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുക. മാത്രമല്ല, ഇപ്പോൾ ഈ കൂറുകാർക്ക് നടക്കുന്ന ദശ ഏതാണ്, അപകാരം ഏതാണ്, ഛിദ്രം ഏതാണ്, അവയൊക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇതിനനുസരിച്ച് ഈ ഫലത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും. ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.